ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിൽ സാക്ഷി വിസ്താരം തുടരുകയാണ്. ആശുപത്രിയിൽ വെച്ച് പ്രതി സന്ദീപ് തന്നെയും ആക്രമിച്ചതായി രണ്ടാം സാക്ഷിയുടെ മൊഴി. പ്രതിയുടെ സമീപവാസിയായ ബിനുവാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ മൊഴി നൽകിയത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയ പ്രതി തന്നെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് കേസിലെ രണ്ടാം സാക്ഷിയും പ്രതിയുടെ അയൽവാസിയുമായ ബിനുവിന്റെ മൊഴി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ താനും സന്ദീപിന്റെ മറ്റൊരു ബന്ധുവായ രാജേന്ദ്രൻ പിള്ളയും പ്രതിയോടൊപ്പം പോയിരുന്നുവെന്നും ആശുപത്രിയിൽ വെച്ച് മൂർച്ചയേറിയ കത്രിക ഉപയോഗിച്ച് തന്നെ കുത്താൻ ശ്രമിച്ചതായും സാക്ഷി വിസ്താരത്തിനിടെ ബിനു പറഞ്ഞു. പ്രതിയെയും പ്രതിയുടെ വസ്ത്രങ്ങൾ, മൊബൈൽ ഫോൺ, കുത്താൻ ഉപയോഗിച്ച കത്രിക എന്നിവയും സാക്ഷി കോടതിയിൽ തിരിച്ചറിഞ്ഞു. സംഭവകാലത്ത് പൂയപ്പള്ളി സ്റ്റേഷനിൽ ഹോംഗാർഡനായി ജോലി നോക്കിയിരുന്ന അലക്സ് കുട്ടിയെയും മൂന്നാം സാക്ഷിയായി കോടതിയിൽ വിസ്തരിച്ചു. മൂന്നാം സാക്ഷിയുടെ വിസ്താരം നാളെയും തുടരും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരിക്കെ 2023 മെയ് 10-നാണ് ഡോക്ടർ വന്ദന ദാസ് കൊല്ലപ്പെടുന്നത്. പ്രതിയായ സന്ദീപിന്റെ മാനസിക നിലയിൽ തകരാറില്ലെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി മുൻപാകെ വിചാരണ തുടങ്ങിയത്. പ്രതി സന്ദീപിനെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഡോക്ടർ വന്ദന ദാസിനൊപ്പം ജോലി ചെയ്തിരുന്ന കേസിലെ ഒന്നാം സാക്ഷി ഡോക്ടർ മുഹമ്മദ് ഷിബിനെയാണ് കോടതി ആദ്യ ദിവസം വിസ്തരിച്ചത്. 131 സാക്ഷികളുള്ള കേസിലെ ആദ്യത്തെ 50 സാക്ഷികളുടെ വിസ്താരമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. ജനം, കൊല്ലം.